മോഡിയുടെ ഗ്യാരണ്ടി അല്ല രാഹുൽ ഗാന്ധിൻ്റെ ഗ്യാരണ്ടി. അഭിപ്രായ വ്യത്യാസമുള്ളൂ. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ. നമ്മൾക്കെന്ന് പറഞ്ഞാൽ ഒരു ഉപകാരമില്ലാത്തൊരു സ്ഥാനം ഇവർക്ക് ആദ്യം അറിയായിരുന്നല്ലോ, അവർ നിൽക്കരുതായിരുന്നു. ഇത്രേ പറയാനുള്ളൂ. ജനങ്ങളെ ഇനിയെങ്കിലും ബുദ്ധിമുട്ടിക്കരുത്. രാഹുൽ നമ്മുടെ ചങ്കന്നെയാണ്, അത് വേറെ കാര്യം. പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല, വലിയ ഉപകാരമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അത് തന്നെ നല്ല അഭിപ്രായം വിടേണ്ട ആളാണ് രാഹുൽ ഗാന്ധി. വയനാട് വിടുന്ന അത്ര ശരിയില്ലാത്ത ഏർപ്പാടാണ്. അതെന്ന് വെച്ചാൽ ഇത്രയും അല്ലാതെ നോക്കണ്ടല്ലായിരുന്നു. അത് ഇത്രയും ഭൂരിപക്ഷം കിട്ടിയ സ്ഥിതിക്ക് ഇവിടെ നിലനിർത്തണമായിരുന്നു. ജനങ്ങൾക്കൊരു മുഷ്പിലായി. അത് തന്നെ. എനിക്ക് രാഷ്ട്രീയപരമായിട്ടൊരു വിഷമോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ആര് വലിച്ചാലും ഇപ്പോൾ നമുക്ക് നമ്മുടെ വഴി എന്നുള്ള രീതിയിലാണല്ലോ. കഴിഞ്ഞ 5 വർഷം MP ആയിരുന്നു രാഹുൽ ഗാന്ധി. അതെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നല്ലതായിരുന്നു. ഞാൻ അതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ചിട്ടൊന്നുമില്ല. പകരം ഇലക്ഷൻ വരും, അപ്പോൾ ആര് സ്ഥാനാർത്ഥിയായിട്ട് വരണമെന്നാണ്? അതിപ്പോൾ നീ ഇപ്പോൾ ആര് വന്നാലും ഇവിടെ കോൺഗ്രസ് തന്നെ ജയിക്കുള്ളൂ. പ്രിയങ്കാന്തി വരുമോ? പ്രിയങ്കാന്ത് വന്നാലും മുരളീധരൻ വന്നാലും ആര് വന്നാലും കോൺഗ്രസ് തന്നെ ജയിക്കുള്ളൂ ഇവിടെ. നെഹ്റു കുടുംബത്തിൻ്റെ ഗ്യാരണ്ടി നമ്മൾ 10-75 വർഷമായിട്ട് ഇന്ത്യയിലെ പാവപ്പെട്ടവരും ദുരിതം അനുഭവിക്കുന്നവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി ഇവിടെ വരുന്നത്. വിഷമമുണ്ട്, പക്ഷെ വിടാതിരിക്കാൻ നിവൃത്തില്ലല്ലോ. ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കണമല്ലോ. റായ്ബറേലി നിലനിർത്താനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. അതെ, അതാണ് കൂടുതൽ മുമ്പർക്ക് സൗകര്യം. അപ്പോൾ പകരം ഇലക്ഷൻ വരുമ്പോൾ ആര് സ്ഥാനാർത്ഥിയായിട്ട് വരണമെന്നാണ്? അതിപ്പം ഇവർ വരുന്നല്ലോ പറഞ്ഞു, അവരെ സിസ്റ്റർ വരുന്നല്ലോ പറഞ്ഞു. പ്രിയങ്ക ഗാന്ധി വന്നാൽ വയനാട് ജയിപ്പിക്കണം. രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നുള്ള വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട് വിടുന്നത്. അത് വയനാട്ടിലെ വോട്ടർമാർ പൂർണ്ണ മനസ്സോടെ ഇനി ആരിവിടെ വയനാട് മണ്ഡലത്തിൽ ബൈ ഇലക്ഷന് മത്സരിച്ചാലും 5 ലക്ഷം വോട്ടിന് ജയിക്കുന്നതാണ് വയനാടൻ ജനതയുടെ പൂർണ്ണമായിട്ട്. ഓക്കെ, പ്രിയങ്ക ഗാന്ധി വരും, അല്ലെങ്കിൽ മുരളീധരൻ്റെ പേരുണ്ട്, ആര്യാടൻ ഷൗക്കത്ത് സാംസ്കാരിക സാഹിത്യത്തിൻ്റെ ഒരു കലാകാരനും വരണമല്ലോ. രാഹുൽ നമ്മുടെ ചങ്കന്നെയാണ്, അത് വേറെ കാര്യം. നമുക്ക് ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ നെഹ്റുവിൻ്റെ 40 കോടി ജനങ്ങളാണ് നമ്മളുണ്ടായിരുന്നത്. എനിക്ക് രാശി അറിയില്ല. ഈ 40 കോടി ജനങ്ങളുണ്ടായിരുന്ന രാജ്യത്ത് ഇത്രത്തോളം നമ്മുടെ രാജ്യത്തിന് എത്തിക്കാൻ കഴിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനും UDF-നാണ്. അപ്പോൾ ഇപ്പോഴത്തെ 6000 കിലോമീറ്റർ നടത്തുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ആർക്ക് രാഹുലിന് നമ്മളെ രാജ്യത്തേക്ക് ഇത്രയും നല്ലൊരു പ്രതിപക്ഷത്തെ വരുത്താൻ കഴിഞ്ഞതും. കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആണെങ്കിൽ ഇന്ത്യയുടെ നമ്മളെ ഏറ്റവും വലിയ പ്രിയങ്കരനായ നേതാവ് രാഹുൽ തന്നെയാണ്. ജനങ്ങളുടെ നമ്മളെ രാജ്യം രക്ഷിക്കാൻ കഴിവുള്ള നേതാവ്. രാഹുൽ ഗാന്ധി വയനാട് വിടുന്നത് വിഷമമുണ്ടോ? രാഹുൽ ഗാന്ധി വയനാട് വിടുന്നത് വിഷമമുണ്ട്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. വിടാണ്ട് വന്നാലിപ്പം വേറൊരു സ്ഥാനാർത്ഥി ഇവിടെ വന്നിട്ട് നമുക്ക് അയാൾ 2 സ്ഥലത്ത് നിന്നെങ്കിൽ തന്നെ അത്രയും സീറ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. അത് ഞാൻ പാർട്ടിയെ തീരുമാനിക്കുക. നമ്മളതിനെപ്പറ്റി ഒന്നും പറയില്ല. അത് ആര് വന്നാലും സ്വാഗതം ചെയ്യും. പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDF-ഉം ആരെ കൊണ്ടുവന്നാലും അത് സ്വാഗതം ചെയ്യുക, അത്രയുള്ള ഒരു കാര്യം. നല്ല അഭിപ്രായം തന്നെ. അയാൾ വന്നാൽ നമുക്ക് എല്ലാ സഹകരണങ്ങളുണ്ടാവും, മറ്റുള്ള എല്ലാ ഉപകരണങ്ങളും കിട്ടും എന്നുള്ള വിശ്വാസം. അതന്നെ വേറെ എന്താണ് വിടുകയാണ്. അപ്പം റായ്ബറേലി നിലനിർത്തിയാണ്. അപ്പോൾ വയനാട്ടിൽ നിന്നുള്ള ലോക്സഭാ അംഗത്വം രാജിവെക്കും. അതെ. അപ്പം രാഹുൽ ഗാന്ധി വയനാട് വിടുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? അഭിപ്രായം ഒന്നുമില്ല. അയാൾ ഇനി എവിടെ പോയാലും നന്നാവുക എന്നുള്ള വിശ്വാസം. ഇവിടെ ഒരു ഇലക്ഷൻ എന്തായാലും വരും. അപ്പോൾ ആര് സ്ഥാനാർത്ഥിയായിട്ട് വരണമെന്നാ? സ്ഥാനാർത്ഥി അല്ല, ഇയാൾ വന്നാൽ അതിനുള്ള ഗുണം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം വിടുന്നതിൻ്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി വേണ്ടത് വളരെ അനിവാര്യമാണ്. അഭിപ്രായമില്ല. എന്താ പറഞ്ഞാൽ ഒരു പ്രാവശ്യം നിന്ന് പിന്നെ പോയതല്ലേ, അതിന് പകരം ആരും നിൽക്കും ഇവിടെ? ആര് വരണമെന്ന് ആഗ്രഹം? മുരളി വന്നല്ല നല്ലത്. മുരളി തോറ്റ് നിൽക്കല്ലേ, അതിന് പേര് ഇവിടെ വന്നോട്ടെ. അഭിപ്രായം ഇപ്പം എന്ത് പറയാനേ, അതിനെപ്പറ്റി നമുക്കൊന്നും പറയാനില്ല. രാഹുൽ ഗാന്ധി MP എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനമൊക്കെ നല്ലതായിരുന്നു, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പം അങ്ങനെ ഒരു സ്ഥാനത്തിൽ അവിടെ ഇരിക്കേണ്ട സ്ഥാനം കൊണ്ടിൽ അവിടെ ഇരിക്കുന്നത് നല്ലത്. ഇവിടെ പകരമായിട്ട് പ്രിയങ്ക വരികയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്.